നമസ്കാരം. ശനിയുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ പരാമർശിക്കാനായി പോകുന്നത്. ജ്യോതിഷപ്രകാരം നാം നോക്കുകയാണ് എങ്കിൽ ശനിദേവനെ നീതിയുടെയും അതേപോലെ കർമ്മഫലവും നൽകുന്ന ദേവനായി തന്നെ കണക്കാക്കപ്പെടുന്നു. അതിനാൽ തന്നെ ശനിയുടെ രാശിമാറ്റം, സ്ഥാനമാറ്റം എല്ലാം തന്നെ ജീവിതത്തിൽ വളരെയധികം മാറ്റങ്ങൾ ഓരോ നക്ഷത്രക്കാർക്ക് കൊണ്ടുവരുന്നതാകുന്നു. ജ്യോതിഷപ്രകാരം നോക്കുകയാണ് എങ്കിൽ 2024 ജൂൺ 29 എന്ന ദിവസം അഥവാ ജൂൺ 29 ശനിയാഴ്ച കുംഭം രാശിയിൽ വക്രഗതിയിൽ നീങ്ങി തുടങ്ങും. അതിനാൽ തന്നെ ജൂൺ 29 പുലർച്ചെ 12:35 ശനിദേവൻ വക്രഗതിയിൽ പ്രവേശിക്കുന്നതാകുന്നു. 2024 നവംബർ 15 വരെ വക്രഗതിയിൽ തുടരുകയും ചെയ്യും. ഇത്തരത്തിൽ സംഭവിക്കുന്നതിനാൽ ചില കാര്യങ്ങൾ ജ്യോതിഷപ്രകാരം സംഭവിക്കുന്നു എന്നതാണ് വാസ്തവം. ശനിയുടെ ഈ വിപരീത ചലനം പല രാശി ചിഹ്നങ്ങളിലും പല രീതിയിലുള്ള സ്വാധീനം വന്നു ചെലുത്തുന്നതിന് കാരണമായി തീരും. ശനി അതിൻ്റെ മൂല ത്രികോണ രാശിയായ കുംഭത്തിൽ സഞ്ചരിക്കുന്നത് 139 ദിവസമാകുന്നു. അതിനാൽ തന്നെ പല രാശിക്കാർക്കും അനുകൂലമായ ഫലങ്ങൾ ഈ ദിവസങ്ങളിൽ വന്നു ചേരാം. അടുത്ത വർഷം കുംഭം രാശിയിൽ നിന്നും ശനി മീനം രാശിയിലേക്ക് പ്രവേശിക്കുകയും ചെയ്യും. ഏതെല്ലാം രാശിക്കാർക്കാണ് ഇത്തരത്തിൽ ശനിയുമായി ബന്ധപ്പെട്ട് സൗഭാഗ്യം തേടിയെത്തുക എന്ന് ഈ വീഡിയോയിലൂടെ വിശദമായി തന്നെ മനസ്സിലാക്കാം. ആദ്യത്തെ രാശിയായി പരാമർശിക്കുന്നത് മേടം രാശിയാണ്. മേടം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വക്രഗതിയിൽ ശനി നിൽക്കുന്നതിനാൽ തന്നെ ഇവരുടെ ജീവിതത്തിൽ വളരെയധികം സൗഭാഗ്യങ്ങൾക്ക് അത് കാരണമായി തീരും എന്ന് തന്നെ പറയാം. പ്രധാനമായും ശനിയുമായി ബന്ധപ്പെട്ട് ചില അനുഗ്രഹങ്ങൾ ഇവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. അതിൽ പ്രധാനമായും പറയുവാൻ സാധിക്കുന്നത് നിങ്ങളുടെ വിജയങ്ങൾ അത് എല്ലാം ശരിയായ രീതിയിൽ വന്ന് ഭവിക്കും എന്ന കാര്യമാകുന്നു. ജോലിയുമായി ബന്ധപ്പെട്ടും അല്ലാതെയും വിജയങ്ങൾ നേടുവാൻ നിങ്ങൾക്ക് സാധിക്കും. ഭൗതികമായ സന്തോഷം ജീവിതത്തിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും. ബിസിനസ്സുമായി ബന്ധപ്പെട്ടും കരിയറുമായി ബന്ധപ്പെട്ടും വളരെയധികം വിജയങ്ങൾ, സന്തോഷകരമായ നിമിഷങ്ങൾ എന്നിവ ജീവിതത്തിലേക്ക് വന്നു ചേരും. ഈ സമയം നിങ്ങളുടെ പ്രവർത്തനങ്ങൾ അഥവാ ചില പദ്ധതികളുണ്ട് എങ്കിൽ അത് വിജയം കാണും, അല്ലെങ്കിൽ നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കും എന്ന കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. സ്ഥാനോന്നതി ലഭിക്കുന്നതായ ഒരു സമയം തന്നെയാകുന്നു. അതിനാൽ തന്നെ ഈ സമയം നിങ്ങൾക്ക് ജോലിയുമായി ബന്ധപ്പെട്ടും അനുകൂലമാണ് സമയം. കരിയറുമായി ബന്ധപ്പെട്ടും നേട്ടങ്ങൾ സ്വന്തമാക്കുവാൻ സാധിക്കുന്നു എന്ന കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. ബിസിനസ്സിലും സാമ്പത്തിക വിജയം വന്നു ചേരും. സ്ഥാനോന്നതി ലഭിക്കുന്നതിനാൽ തന്നെ ഈ സമയം വളരെ സന്തോഷം നിങ്ങളിലേക്ക് വന്നു ചേരാം. ശുഭകരമായ വാർത്തകൾ വന്നു ചേരാം. കൂടാതെ ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും ശുഭകരമായ രീതിയിൽ തന്നെ ബന്ധങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുവാൻ സാധിക്കും. സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ടും അനുകൂലമായ കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കാം. കുടുംബത്തിൽ ചില പ്രത്യേകമായ ശുഭവാർത്തകൾ അല്ലെങ്കിൽ സന്തോഷം പകരുന്നതോ മറ്റോ ആയ വാർത്തകൾ, ചില പ്രത്യേക ശുഭകരമായ വാർത്തകൾ വന്നു ചേരും എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. ഈ സമയം നിങ്ങൾക്ക് അനുകൂലമാണ് എന്ന കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. ജീവിതത്തിൽ ശുഭകരമായ ഫലങ്ങൾ പ്രതീക്ഷിക്കാം. മറ്റൊരു രാശിയായി പരാമർശിക്കുന്നത് ഇടവം രാശിയാകുന്നു. ഇടവം രാശിയിലുള്ള നക്ഷത്രക്കാർക്കും ശനിയുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലം തന്നെയാണ് വന്നു ചേരുക. ശനിയുടെ വക്രഗതി സഞ്ചാരം നിങ്ങൾക്ക് വളരെ ശുഭകരമായ ഫലം നൽകും. പ്രധാനമായും പറയുകയാണ് എങ്കിൽ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് വളരെയധികം നേട്ടങ്ങൾക്ക് അത് കാരണമായി തീരും. ബിസിനസ്സുമായി ബന്ധപ്പെട്ട നേട്ടങ്ങൾ ശനിയുടെ വക്രഗതി സഞ്ചാരം മൂലം നിങ്ങൾക്ക് അനുകൂലമായി തീരും. കൂടാതെ കിട്ടാതെ കിടക്കുന്ന അഥവാ ലഭിക്കില്ല എന്ന് വിചാരിച്ചിരുന്ന ധനം പോലും പണം പോലും തിരികെ ലഭിക്കാനുള്ള സാധ്യതകൾ ഈ സമയം ഉരുത്തിരിയാവുന്നതാണ്. കൂടാതെ സർക്കാരുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ, സർക്കാർ ജോലി ലഭിക്കുക തുടങ്ങിയ കാര്യങ്ങൾ നിങ്ങൾക്ക് സംഭവിക്കാം. അഥവാ പരീക്ഷ എഴുതിയവരാണ് എങ്കിൽ ശുഭകരമായ വാർത്തകൾ തന്നെ നിങ്ങളെ തേടിയെത്താം. ബിസിനസ്സുമായി ബന്ധപ്പെട്ട് അനുകൂലമാകുന്ന സമയമാണ്. കർമ്മ മേഖലയിലും നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം. സാമ്പത്തിക സ്ഥിതി നിങ്ങൾക്ക് അനുകൂലമായി തീരും, മെച്ചപ്പെടും എന്ന് പറയാം.
സാമ്പത്തികപരമായ പ്രയാസങ്ങൾക്ക് അയവ് വന്നു ചേരും. ബിസിനസ്സുമായി ബന്ധപ്പെട്ട് അനുകൂലമാണ് സമയം. അവസരങ്ങൾ നിങ്ങൾക്ക് ലഭിക്കും. സമൂഹത്തിൽ നിങ്ങളുടെ ബഹുമാനം വർദ്ധിക്കുന്നതായ അവസരങ്ങൾ കടന്നു വരും എന്ന കാര്യവും ഓർക്കുക. ഈ സമയം നിങ്ങൾക്ക് അനുകൂലമായ ഫലങ്ങളാണ് ശനിദേവനുമായി ബന്ധപ്പെട്ട് വന്നു ചേരുക. ഈ സമയം ശരിയായ രീതിയിൽ വിനിയോഗിച്ച് മുന്നോട്ട് പോകേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. മറ്റൊരു രാശിയായി പരാമർശിക്കുന്നത് മകരം രാശിയാകുന്നു. മകരം രാശിയിൽ വരുന്ന വ്യക്തികൾക്കും അനുകൂലമായ അഥവാ ശുഭകരമായ ഫലങ്ങൾ പ്രതീക്ഷിക്കാവുന്ന സമയം തന്നെയാകുന്നു. ബിസിനസ്സുമായി ബന്ധപ്പെട്ട് ഈ സമയം നേട്ടങ്ങൾ വളരെയധികം വർദ്ധിക്കും എന്ന കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. പണ്ട് നടത്തിയതായ നിക്ഷേപങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തീരുകയോ വരുമാനം വർദ്ധിക്കുകയോ ചെയ്യാം. അത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തീരും. പണമിടപാടുമായി ബന്ധപ്പെട്ട് ശ്രദ്ധ പുലർത്തണം എന്ന കാര്യം ഓർക്കുക. അതല്ല എങ്കിൽ ചതിവ് സംഭവിക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ്. പണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധാപൂർവം തന്നെ നിങ്ങൾ ചെയ്യേണ്ടതാകുന്നു. എടുത്തു ചാടി തീരുമാനങ്ങൾ കൈക്കൊള്ളുവാൻ പാടുള്ളതല്ല. അതല്ല എങ്കിൽ ബന്ധങ്ങൾ പോലും വഷളാകുവാൻ ഈ സമയം സാധ്യത കൂടുതലാകുന്നു. എന്നാൽ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് നേട്ടങ്ങൾ വളരെയധികം വർദ്ധിക്കാനുള്ള സാധ്യത കൂടുതലാകുന്നു. സമ്പത്ത് വർദ്ധിക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ്. കർമ്മ മേഖലയുമായി ബന്ധപ്പെട്ടും തൊഴിൽ മേഖലയുമായി ബന്ധപ്പെട്ടും അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരാം. ഈ സമയം ജീവിതത്തിൽ പുരോഗതിക്കുള്ള സാധ്യത കൂടുതലാകുന്നു. അതിനുള്ള അവസരങ്ങളാണ് വന്നു ചേരുക. തീർച്ചയായും ഈ സമയം നിങ്ങളെ സ്വീകാര്യത, ബഹുമാനം എന്നിവ വർദ്ധിപ്പിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. ഈ സമയം ശരിയായ രീതിയിൽ ചിന്തിച്ച് പ്രവർത്തിക്കേണ്ടത് അനിവാര്യമാണ് എന്ന കാര്യം ഓർക്കുക. മറ്റൊരു രാശിയായി പരാമർശിക്കുന്നത് കുംഭം രാശിയാണ്. കുംഭം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ സമയം ശനിയുമായി ബന്ധപ്പെട്ട അഥവാ ശനിയുടെ വക്രഗതി സഞ്ചാരം ജീവിതത്തിലേക്ക് മികച്ചതായ അവസരങ്ങൾ, നേട്ടങ്ങൾ കൊണ്ടുവരുന്നതായ സമയമാണ്. പല ധനപരമായ സ്രോതസ്സുകളിൽ നിന്നും അഥവാ ഒന്നിൽ കൂടുതൽ ധനപരമായ സ്രോതസ്സുകളിൽ നിന്നും ധനം നിങ്ങളുടെ കൈകളിലേക്ക് വന്നു ചേരുവാൻ സാധ്യത കൂടുതലാകുന്നു. ഈ സമയത്ത് ജോലിയുമായി ബന്ധപ്പെട്ട് നിങ്ങൾ എടുക്കുന്നതായ തീരുമാനങ്ങൾ അത് ശ്രദ്ധാപൂർവമായിരിക്കണം. അതല്ല എങ്കിൽ നഷ്ടങ്ങൾ, ബന്ധങ്ങളിൽ ഉലച്ചിൽ വന്നു ചേരുക, ധനപരമായ നഷ്ടം തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം. ബിസിനസ്സുമായി ബന്ധപ്പെട്ട് പുരോഗതി കൈവരിക്കുവാൻ സാധിക്കുന്നതായ സമയം തന്നെയാകുന്നു. കുടുംബാംഗങ്ങളുമായി ബന്ധപ്പെട്ട് പ്രതീക്ഷിക്കാതെ തന്നെ സഹായം ലഭിക്കാം. മറ്റു വ്യക്തികളിൽ നിന്നും സഹായം ലഭിക്കാം. അഥവാ സഹായധനം ലഭിക്കുവാനോ ലോൺ ചിട്ടി തുടങ്ങിയ കാര്യങ്ങൾ അനുകൂലമാകുവാനോ സാധ്യത കൂടുതലാകുന്നു. കരിയറുമായി ബന്ധപ്പെട്ട് ശ്രദ്ധയോടെ മുന്നോട്ട് പോകുന്നതിലൂടെ നേട്ടങ്ങൾ വന്നു ചേരുകയും അവസരങ്ങൾ വന്നു ചേരുകയും ചെയ്യാം. ഈ സമയം സമ്പാദ്യം അല്പം ഉയരുകയോ അല്ലെങ്കിൽ ആരംഭിക്കുകയോ ചെയ്യാം. അത്തരത്തിൽ അനുകൂലമാണ് സമയം. ധനപരമായ നേട്ടങ്ങൾ, സന്തോഷം എന്നിവ പ്രതീക്ഷിക്കാവുന്നതായ സമയം. മറ്റൊരു രാശിയായി പരാമർശിക്കുന്നത് മീനം രാശിയാണ്. മീനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ശനി വക്രഗതിയിൽ നിൽക്കുന്ന സമയമായതിനാൽ തന്നെ ഇവരുടെ ജീവിതത്തിൽ പുരോഗതി കൈവരിക്കുവാനുള്ള സാധ്യതകൾ അല്പം കൂടുതലാകുന്നു. കൂടാതെ ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ പല വ്യക്തികളുമായുള്ള തർക്കങ്ങൾ പരിഹരിക്കുകയോ സ്നേഹബന്ധങ്ങൾ വർദ്ധിക്കുകയോ ചെയ്യാം. കുടുംബവുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്ന തർക്കങ്ങൾ, മാനസികമായ അകൽച്ച എന്നിവ പരിഹരിക്കുവാൻ സാധിക്കുന്നതായ സമയം. ഐക്യം വന്ന് ചേരുവാനുള്ള സാധ്യത കൂടുതലാകുന്നു. പങ്കാളിയുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ, ഒരുമിച്ച് ബിസിനസ് ആരംഭിക്കുക തുടങ്ങിയ കാര്യങ്ങൾക്ക് സാധ്യത കൂടുതലാണ്. അത്തരം ചിന്തകൾ കടന്നു വരാം. കൂടാതെ ഈ സമയം നിങ്ങൾക്ക് മികച്ച സമയമായതിനാൽ പല കാര്യങ്ങളും ശരിയായ രീതിയിൽ ചിന്തിച്ച് പ്രവർത്തിക്കുവാനും മനസ്സിലുള്ള ചില ആഗ്രഹങ്ങൾ നടക്കുവാനും സാധ്യത കൂടുതലാകുന്നു. ഈ സമയം കുടുംബത്തിലെ മുതിർന്ന അംഗങ്ങളുമായി ബന്ധപ്പെട്ട് അവരുടെ അനുഗ്രഹം ലഭിക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാകുന്നു. ഈ സമയം മികച്ചതായ ഉപദേശങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാം. പല വ്യക്തികളിൽ നിന്നും അനുകൂലമായ കാര്യങ്ങൾ പ്രതീക്ഷിക്കാം. ജോലി തുടങ്ങിയ കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തീരും. ആഗ്രഹിക്കുന്നതായ ജോലിയോ അല്ലെങ്കിൽ താൽക്കാലികമായ ജോലിയോ
ലഭിക്കാനുള്ള സാധ്യതകൾ ഈ സമയം കൂടുതലാകുന്നു. ഈ സമയം ശരിയായ രീതിയിൽ ചിന്തിച്ച് പ്രവർത്തിക്കുക. സമയം നിങ്ങൾക്ക് അനുകൂലമായി മാറും. കാരണം ശനിദേവന്റെ കടാക്ഷത്താൽ അനുകൂലമായ ഫലങ്ങൾ തന്നെയാണ് ജീവിതത്തിലേക്ക് കടന്നു വരിക എന്ന കാര്യം ഓർക്കുക. ഈ പരാമർശിച്ചിരിക്കുന്ന നക്ഷത്രക്കാർ ഏവരും പരമശിവനെ ആരാധിക്കുന്നതും ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തി മുന്നോട്ട് പോകുന്നതും ശുഭകരമാണ്. സാധിക്കുന്നവർ ശാസ്താക്ഷേത്രത്തിലും ദർശനം നടത്തുവാൻ മറക്കാതിരിക്കുക.